ലോകാത്ഭുതങ്ങളിലൊന്നായ ഈജിപ്തിലെ പിരമിഡുകളുടെ നിർമ്മാണം എക്കാലത്തും മനുഷ്യൻ്റെ ജിജ്ഞാസയെ ഉണർത്തുന്ന ഒരു അത്ഭുതം തന്നെയായിരുന്നു. പിരമിഡുകളുടെ നിർമ്മാണത്തിൽ വലിയ അളവിലുള്ള കല്ലുകൾ നീക്കുന്നത് വളരെ അത്യാവശ്യമായിരുന്നു. ഭൂരിഭാഗം കല്ലുകളും സമീപത്തെ ക്വാറികളിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നതെങ്കിലും ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ള കല്ലുകൾ വലിയ ബാർജുകളിലാണ് കടത്തിക്കൊണ്ടുവന്നിരുന്നത്. ഉദാഹരണത്തിന് തുറയിൽ നിന്നുള്ള വെളുത്ത ചുണ്ണാമ്പ് കല്ലും അസ്വാനിൽ നിന്നുള്ള ഗ്രാനൈറ്റ് കല്ലും ഇത്തരത്തിലാണ് കൊണ്ടുവന്നിരുന്നത്. 2013 ചെങ്കടൽ തീരത്തുള്ള ഒരു പുരാതന ഈജിപ്ഷ്യൻ തുറമുഖത്ത് നിന്ന് ഡയറി ഓഫ് മെറർ എന്ന് പേരിട്ടിരിക്കുന്ന പെപ്പറി കണ്ടെത്തി. 4500 വർഷങ്ങൾക്ക് മുൻപ് ടൈറ്റിൽ ഇൻസ്പെക്ടർ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ എഴുതിയ ലോഗ് ബുക്കുകളാണവ. നൈൽ നദിക്കരയിലുള്ള ടുറ ക്വാറികളിൽ നിന്നും ഫറവോൻ ഖുഫുവിൻ്റെ ശവകുടീരമായ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിലേക്ക് വെള്ള ചുണ്ണാമ്പ് കല്ല് കടത്തുന്നത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഘർഷണം കുറയ്ക്കാൻ സ്ലൈഡിന് മുന്നിൽ മണൽ നനച്ചുകൊണ്ട് തടി സ്ലൈഡുകൾ ഉപയോഗിച്ച് ബ്ലോക്കുകൾ നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. വെള്ളത്തുള്ളികൾ മണൽത്തരികൾക്കിടയിൽ പാലങ്ങൾ സൃഷ്ടിച്ച് അവയെ ഒന്നിച്ചു നിൽക്കാൻ സഹായിച്ചു. പിരമിഡിനടുത്ത് തന്നെ കണ്ടെത്തിയ കട്ടിംഗ് ടൂളുകളുടെ സാന്നിധ്യം അവിടെ വെച്ച് തന്നെയാണ് കല്ലുകൾ മുറിച്ചത് എന്ന്